ഇപ്പൊ ഇബ്ലീസ് ചെയ്യുന്ന പണി അതാണ്. ഖുർആനിൽ വെട്ടിമാറ്റൽ നടപ്പില്ല, എഴുതി ചേർക്കലും നടപ്പില്ല. അപ്പൊ ഇനിയുള്ള മാർഗം ഉള്ള ആയത്തുകൾ അങ്ങനെ തന്നെ ഓതുക, കൂട്ടാതെ കുറക്കാതെ ഓതുക. എന്നിട്ടോ അല്ലാഹു ഉദ്ദേശിക്കാത്ത ആശയമങ്ങ് പറയുകയും ചെയ്യുക, അർത്ഥമങ്ങ് പറയുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഇന്ന് ഇബ്ലീസ് മനുഷ്യനെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ജൂത ക്രിസ്ത്യാനികൾ പണ്ടേ തുടങ്ങി വച്ച കാര്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തന്നെ ഇന്നുള്ള സർവ്വ ഇബ്ലീസുകൾക്കും ദുർവ്യാഖ്യാനം നടത്തുന്ന കക്ഷികൾക്കുമൊക്കെ മാതൃകയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട്. ഖുർആനിന് തോന്നിയതുപോലെ അർത്ഥം പറയുന്ന സമ്പ്രദായം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തന്നെ ഇബ്ലീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കേൾക്കണോ നിങ്ങൾക്ക് ചരിത്രം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വഫാത്തായി കുറച്ചു കാലം കഴിഞ്ഞു. അതാ ഭരണം നടത്തുന്നത് നമുക്കറിയാമല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് അന്നത്തെ രാഷ്ട്രത്തിന്റെ ഖലീഫ. അപ്പോഴതാ ആ മദീനയുടെ പരിസരത്തും ഭാഗങ്ങളിലുമൊക്കെ ഒരു കക്ഷിയങ്ങ് രൂപം കൊള്ളുന്നു, ഒരു കക്ഷിയങ്ങ് വേറിട്ട് പോകുന്നു, ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നു. എന്താണ് ആ ടീമിന്റെ വാദം? ഇനി ഞങ്ങൾ സകാത്ത് പൊതുമുതലിലേക്ക് അടക്കില്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക്, രാജ്യത്തിന്റെ പൊതുമുതലിലേക്ക് ഇനി ഞങ്ങളുടെ സകാത്ത് ഞങ്ങൾ കൊടുക്കില്ല. ആരാ പറയുന്നത്? ഇതുവരെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കമ്പനി ഇതിൽ നിന്നങ്ങ് മാറിയിട്ട് അവര് വാദിക്കുകയാണ്, ഇനി ഞങ്ങൾ സക്കാത്ത് ഇനി അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ ഏൽപ്പിക്കില്ല. അതൊക്കെ നബിയുടെ കാലത്തേക്കുള്ള നിയമമായിരുന്നു. നോക്കണം നിങ്ങൾ, ഖുർആനോദിയിട്ട് ഇല്ലാത്ത അർത്ഥം പറയുന്ന സമ്പ്രദായം, ഖുർആനോദിയിട്ട് ഇല്ലാത്ത ആശയം പറയുന്ന സമ്പ്രദായത്തിന്റെ കാലപ്പഴക്കമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവര് പോയിട്ട് പറഞ്ഞു, അബൂബക്കറേ, നിങ്ങൾ അബൂബക്കറാണ്, അല്ലാഹുവിന്റെ റസൂലല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സക്കാത്ത് ചോദിക്കാൻ എന്താ അവകാശം? നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ കമ്പനി ഖുർആൻ ഓതി കൊടുക്കുന്നു. എന്തിന്? സക്കാത്ത് നിങ്ങൾക്ക് തരൂലാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ സക്കാത്ത് തരൂല, നിങ്ങളുടെ കയ്യിൽ സക്കാത്ത് ഏൽപ്പിക്കില്ല എന്നുള്ളതിന് ഈ പഴച്ച കക്ഷിക്കെന്താ തെളിവ്? ഖുർആന്. ആർക്കാ ഓതിക്കൊടുക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കക്ഷി ഖുർആനായത്ത് ഓതിക്കൊടുക്കുകയാണ്. നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ലേ അബൂബക്കറേ? എന്തേ ഖുർആനിലുള്ളത്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുദ് നബിയെ നിങ്ങൾ സ്വീകരിക്കൂ, മിൻ അംവാലിഹിം അവരുടെ സമ്പത്തുക്കളിൽ നിന്ന്, സദഖ സകാത്ത് സ്വീകരിക്കൂ നബിയേ, തുതഖിറുഹും അതിലൂടെ നീ അവരെ ശുദ്ധീകരിക്കുന്നു, വതുസക്കീഹിം ബിഹാ അവരിൽ സംസ്കരണം വരുത്തുകയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഓതിയിട്ട് ഈ കക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂബക്കറേ, നിങ്ങൾ ഈ ആയത്ത് പഠിച്ചിട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖിനെ അങ്ങോട്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കമ്പനി. അവർ പറയാണ്, നിങ്ങൾ ഈ ആയത്ത് പഠിച്ചിട്ടില്ലേ? ഈ ആയത്തിൽ പറയുന്നത് സകാത്ത് സ്വീകരിക്കാനുള്ള കൽപ്പന നിങ്ങളോടല്ല, അത് അല്ലാഹുവിന്റെ റസൂലിനോടാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായും പോയി, ഇനി സകാത്ത് വാങ്ങാൻ നിങ്ങൾക്കെന്താ അധികാരം? റസൂലിന്റെ കയ്യിൽ കൊണ്ടുപോയി പൊതുമുതൽ ഏൽപ്പിക്കാനാണ് കൽപ്പന. ഖുർആനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ പിന്നെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളത് നിങ്ങൾക്ക് തരികയില്ല കേട്ടോ എന്നും പറഞ്ഞ് വാശി പിടിച്ച് ഇസ്ലാമിൽ നിന്ന് ഒരു കൂട്ടർ മുർത്തദ്ദായി പോകുന്നു, വേറൊരു കമ്പനി ഉണ്ടാക്കുന്നു. തുടങ്ങിയവിടെ ഖുർആനായത്ത് ഓതിയിട്ടാണ് സക്കാത്ത് തരൂലാന്ന് പറയുന്നത്. സക്കാത്തിന് ഞങ്ങൾ തരൂല. എന്താ ഞങ്ങൾക്ക് തെളിവ്? ഖുർആനായത്താണ്.
അള്ളാടെ ഖുർആനിൽ എന്തായാലും അങ്ങനെ ഒരാശയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ ഇവന്റെ വകയല്ലേ അത്? അങ്ങനെ അള്ളാടെ ആയത്തോതിയിട്ട് അള്ള ഉദ്ദേശിക്കാത്ത അർത്ഥം വെക്കുന്ന പരിപാടിക്ക് അന്ന് തന്നെ തുടക്കം കുറിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? യുദ്ധം പ്രഖ്യാപിച്ചു. ചില സഹാബിമാരൊക്കെ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞവർക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുകയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് വെയിറ്റാടോ ഉള്ളത്? സകാത്ത് നിഷേധിക്കുന്ന ഈ കമ്പനി ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടെന്താ? അതുകൊണ്ട് അവരോട് പൊരുതുക തന്നെ ചെയ്യും. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം പറയുകയാണ്, വല്ലാഹി ലൗ മനഊനി ഖാലാ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗ ഖാതിലന്നഹും അലാ മൻഇഹി. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. വല്ലാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ലൗ മനഊനി, ഈ കൂട്ടർ എനിക്ക് തടഞ്ഞാൽ, ഇഖാലൻ, ഒരു ഒട്ടകത്തെയോ ആടിനെയോ മാടിനെയോ ഒക്കെ കെട്ടുന്ന അതിന്റെ കഴുത്തിലെ വടം, ആ കയറില്ലേ, ആ കയർ പോലും എനിക്ക് തരില്ലെന്ന് പറഞ്ഞാൽ, ആടിനെ തരുകയില്ലെന്നല്ല, ഒട്ടകത്തെ തരുകയില്ലെന്നല്ല, മാടുകളെ തരുകയില്ലെന്നല്ല, അതൊക്കെ തരാം അബൂബക്കറേ, പക്ഷേ അവയെ കെട്ടിക്കൊടുന്ന വടം, ആ കയറ് ഞങ്ങൾ കൊണ്ടുപോകും, അതും അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പൊതുമുതലിൽ കൊടുത്തിരുന്നതാണ്, അതെങ്കിലും അവര് തരില്ലെന്ന് പറഞ്ഞാൽ, എന്നിട്ടല്ലേ ആടിന്റെ കാര്യം, എന്നിട്ടല്ലേ ഉരുവിന്റെ കാര്യം, ആ കെട്ടുന്ന കയറ് പോലും തരില്ലെന്ന് പറഞ്ഞാൽ, ലൗ ഖാതിലന്നഹും അലാ മൻഇഹി, അത് തരാത്തതിന്റെ പേരിൽ ഞാൻ അവരോട് പോരാടും, അത് തരാത്തതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും.